കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം റോമാലേഖനത്തെ അടിസ്ഥാനമാക്കി തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ ദൈവവചനം. 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഈ വാക്യങ്ങളിൽ പ്രധാനമായും ആരാധന എന്നുള്ളതിന് ഒരു നിർവചനമാണ് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ പൊതുലോകത്തിലും പറയുന്ന ഒരു വാക്കാണ്. ക്രിസ്തീയ സമൂഹത്തിലും വളരെയധികമായി ഈ നാളുകളിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആരാധന എന്നുള്ള വാക്ക്. എന്നാൽ പലപ്പോഴും ആരാധന എന്നുള്ളതിന് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ചടങ്ങുകളോടുകൂടെ പ്രത്യേക സമയങ്ങളിൽ ചെയ്യുന്ന കാർമ്മികമായ ഒരു നടപടിയായി ആരാധനയെ നമ്മൾ പൊതുവെ ചിന്തിച്ചു വരുന്നുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് ആ നിർവചനത്തോട് യോജിക്കുന്നില്ല. ആരാധന എന്ന് പറഞ്ഞാൽ മുഴു ജീവിതവും ദേഹവും ദേഹിയും ആത്മാവും ദൈവനാമ മഹത്വത്തിന് ഒരു യാഗമെന്ന പോലെ ദൈവപ്രസാദത്തിനായി സമർപ്പിച്ച് ദൈവഹിതപ്രകാരവും ദൈവപ്രസാദത്തിനായുമുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ് ആരാധന. ആരാധന സമയബന്ധിതമല്ല. ആരാധന ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല. ക്രിസ്തീയ ആരാധനയ്ക്ക് ഒരു സ്ഥലം പ്രധാനമല്ല. അതിലെ പ്രധാന ചടങ്ങുകളൊന്നും പ്രധാനമല്ല. ക്രിസ്തീയ ആരാധനയിൽ കാർമ്മികന്മാരില്ല. സഭായോഗവും ആരാധന നമ്മൾ വ്യത്യാസം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആരാധന എന്നുള്ളത് 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും നാം തുടർന്നുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ജീവിതചര്യയാണ്. അതാണ് ആരാധനയെന്ന് പൗലോസ് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ആരാധന എന്നുള്ള ആശയം വ്യക്തമാക്കാനായി ആരാധന എന്തല്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ആരാധന സ്തുതിയും സ്തോത്രവുമല്ല. അല്ലെങ്കിൽ ആരാധനയിൽ സ്തുതിയും സ്തോത്രവും ഉണ്ടെങ്കിലും ആരാധന സ്തുതി സ്തോത്രങ്ങളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. സ്തുതി സ്തോത്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മയെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി വെളിപ്പെടുത്തുന്ന സകല സൃഷ്ടിയും അവനെ സ്തുതിക്കുന്നു, അവനെ സ്തോത്രം ചെയ്യുന്നു. സൃഷ്ടി സൃഷ്ടാവിനെ സ്തുതിക്കുന്നു നന്ദി കൊണ്ട്. അവൻ കൽപ്പിച്ചിട്ട് അവ ഉളവായി വന്നതിനാൽ അവയുടെ അസ്തിത്വത്തിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നവ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, എങ്കിലും സകല സൃഷ്ടിയും ദൈവമഹത്വത്തെ വിവരിച്ചുകൊണ്ടും വർണ്ണിച്ചുകൊണ്ടും ഇരിക്കുന്നു. സ്തോത്രം. നോക്കണേ, അതാണ് സകലവും അവനെ സ്തുതിക്കട്ടെ. നമ്മൾ ആ വാക്യങ്ങളൊക്കെ സങ്കീർത്തനത്തിൽ നിന്ന് കാണുകയുണ്ടായി. സകലവും അവനെ സ്തുതിക്കാം. അപ്പം സ്തുതിയും സ്തോത്രവും സൃഷ്ടാവിന് അർപ്പിക്കുന്ന നന്ദി സൂചകമായ സ്തോത്രങ്ങളാണ്, അർപ്പണമാണ്. സൃഷ്ടാവിനോടുള്ള കടപ്പാട് കൊണ്ട്, നന്ദി കൊണ്ട് സൃഷ്ടാവിനെ സ്തുതിക്കുന്നു, സൃഷ്ടാവിനെ സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ആരാധനയിലെ ബന്ധം സൃഷ്ടാവ് എന്നുള്ളതല്ല, പിതാവ് മക്കൾ എന്നുള്ളതാണ് ബന്ധമെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് സ്തുതി സ്തോത്രങ്ങളിൽ ഒതുങ്ങുന്നില്ല. മനുഷ്യൻ ദൈവത്തിന് സൃഷ്ടിയാകിയാൽ അവന് സ്തുതിയും സ്തോത്രവും എല്ലാം ദൈവത്തിന് അർപ്പിക്കണം. എന്നാൽ അങ്ങനെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല ആരാധന എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് അല്പം കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആരാധനയുടെ പ്രേരക ഘടകം എന്താണ്? ആരാധനയുടെ പ്രേരക ഘടകം സ്നേഹമാണ്.
ആരാധനയിൽ സമ്പൂർണ്ണ സമർപ്പണമാണ് നടക്കുന്നത്. ആരാധന ദൈവനാമത്തിൻ്റെ മഹത്വം സ്വജീവിതത്തിലൂടെ കീർത്തിക്കുന്നതും ദൈവമഹത്വത്തിനായി ജീവിക്കുന്നതുമാണ് ആരാധന. കർത്താവ് നമുക്ക് വേണ്ടി തന്നെ യാഗമായി ഏൽപ്പിച്ച് തന്നുവെങ്കിൽ നാമും നമ്മെ തന്നെ ദൈവത്തെ സ്നേഹിച്ച് യാഗമായി ദൈവമഹത്വത്തിനായി സമർപ്പിച്ചു കൊടുക്കുന്ന ആ യാഗാർപ്പിത ജീവിതമാണ് ആരാധന എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ പഠിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആരാധന എന്നുള്ള വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങൾ നമ്മൾ ചിന്തിച്ചു. പ്രൊസ്കിനിയോ, ലട്രയ്യ എന്നീ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദങ്ങളിൽ ഒന്നും തന്നെ ദൂതന്മാരെ പരാമർശിച്ചുകൊണ്ട് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പ്രൊസ്ക്യുനിയോ, ക്യുനി എന്ന് പറഞ്ഞാൽ നായ് എന്നാണെന്നും സമ്പൂർണ്ണമായ സാഷ്ടാംഗ പ്രണാമം നമസ്കരിക്കുക എന്ന് പുതിയ നിയമത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണമായി ദൈവനാമ മഹത്വത്തിനായി യാഗമായി അർപ്പിച്ച് ജീവിക്കുക, അത് സ്നേഹത്തിൻ്റെ പ്രദർശനമായിട്ടാണ്. കർത്താവ് ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാട് യാഗവുമായി അർപ്പിച്ചു. എഫേസ്യർ 5:1-2 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ സ്നേഹത്താൽ നമ്മളെ ദൈവത്തിനായി യാഗമായി സമർപ്പിച്ചു കൊടുത്ത് ദൈവമഹത്വത്തിനായി ജീവിക്കുന്ന ജീവിതം, അതാണ് ആരാധന. അതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം സ്നേഹമാണ്. ദൂതന്മാരെ ദൈവം സ്നേഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൂതന്മാർ ദൈവ സൃഷ്ടികളാണ്. ദൂതന്മാർ ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൂതന്മാർ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ എന്ന് പറയുമ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ടവരും അത് രക്ഷയുടെ 2ാമത്തെ ഘട്ടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നവരും, അതേസമയം രക്ഷിക്കപ്പെടുവാനുള്ളവർ, അതാണ് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളത്രേ. രക്ഷ പ്രാപിപ്പാനുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ആളുകൾ രക്ഷയ്ക്കായി ദൈവം തൻ്റെ സർവ്വജ്ഞാനത്തിൽ മുൻ നിയമിക്കപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്ക് മാത്രം തീർച്ചയായിട്ടും അവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ രക്ഷയ്ക്ക് 3 ഘട്ടമുണ്ട്, നമുക്കറിയാമല്ലോ. രക്ഷാപൂർത്തി പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാർ. അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളുമായിരിക്കുമ്പോൾ ദൈവം അവരെ സ്നേഹിക്കുന്നില്ല. സ്നേഹം ദോഷം കണക്കിടാത്ത ബന്ധമാണെന്നും ദൂതപ്രമുഖനായ ലൂസിഫർ ചെയ്ത ആദ്യത്തെ തെറ്റ് ഗൗരവമായി കണക്കിട്ട് അവൻ്റെ ദോഷം അവൻ്റെ മേൽ ആരോപിച്ച് അവനെ പുറത്താക്കി ശിക്ഷിച്ചുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്നാൽ ദൈവമക്കളെ അങ്ങനെയല്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ പാപം ചെയ്തപ്പോൾ നരകം അവർക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി കാൽവറിയിലെ യാഗമൊരുക്കി, പാപപരിഹാരമൊരുക്കി. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ദൂതന്മാരെ അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ ദൂതന്മാരുടെ ആരാധന, സാറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരങ്ങളെ, ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൂതന്മാർ ദൈവത്തെ പുകഴ്ത്തുന്നു. നന്ദിയും സ്നേഹവും തമ്മിലുള്ള ബന്ധമൊക്കെ ഉദാഹരണങ്ങളിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ നിന്നും മായരുത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് നമ്മൾ കേവലം നന്ദിയുള്ളവരായിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നന്ദി കൊണ്ട് വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നന്ദിയുള്ളവർ ആ നന്ദിയുടെ ആ പരിധിയിൽ വരെ ചെന്ന് നിൽക്കുകയല്ല, സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നാം ഓരോരുത്തരും നയിക്കപ്പെടണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ്. സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ നൽകും, നമ്മൾ കൊടുക്കും. കർത്താവ് സ്നേഹിച്ച് തന്നെ നമുക്ക് വേണ്ടി തന്നതുപോലെ നാം കർത്താവിനെ സ്നേഹിച്ച് നമ്മെ തന്നെ കർത്താവിനായി കൊടുക്കും. ദൂതന്മാർ, യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ ഒരു ദർശനം, ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. അവിടെ സാറാഫുകൾ എന്ന ദൂതസമൂഹം, വിവിധ ദൂതസമൂഹങ്ങളിൽ ഒരു ദൂതസമൂഹത്തിൻ്റെ പേരാണ് സാറാഫുകൾ. കെരൂബുകൾ, രഥങ്ങൾ, വാഴ്ചകൾ, അധികാരം, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ ദൂതസമൂഹങ്ങൾ അറിയപ്പെടുന്നുണ്ട്. സാറാഫുകൾ എന്നുള്ളത് ഒരു പ്രത്യേക ദൂതസമൂഹത്തിൻ്റെ പേരാണ്. ആ ദൂതസമൂഹത്തിലെ സാറാഫുകൾ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ പാടി സ്തുതിച്ച് ഉല്ലസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൻ്റെ പ്രവചനം 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണത്. അവിടെ ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു.
രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടൊരു തീക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്കൊരു വിചിത, ഇത് നിൻ്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. അത്രയും പറഞ്ഞ് ഞാൻ വായിച്ച് നിർത്തുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അല്പം ആദ്യം മുതലൊന്ന് ചിന്തിക്കാം. യെശയ്യാവ് രാജകുടുംബത്തിൽ രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ഉസിയാവ് യെശയ്യാവിൻ്റെ ഒരു ബന്ധുവായിരുന്നു. ഉസിയാവ് 16-ാമത്തെ വയസ്സിൽ രാജ്യഭാരം ഏറ്റ ഒരു ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു. ഇസ്രയേലിൽ വളരെ ശ്രേഷ്ഠമായി തൻ്റെ രാജ്യഭാരം നിർവഹിക്കുകയുണ്ടായി. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായി ഇത് കാണുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി വരുത്തി. വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി. ഒരു 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ഗോപുരങ്ങൾ പെടുന്നു, കാലികൾക്ക് സമഭൂമിയിൽ ധാരാളം കാലികളുണ്ടായിരുന്നു. അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ അവൻ വളരെ കൃഷിപ്രിയനായിരുന്നു. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠനായ രാജാവായി ഉസിയാവ് മുമ്പോട്ട് വന്നു. എന്നാൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന ധൂപം കാട്ടുക എന്ന ചടങ്ങിന് അവൻ മുതിർന്നു. തൻ്റെ കയ്യിൽ ധൂപകലശം എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവൻ അടുത്തു ചെല്ലുമ്പോൾ 80 പുരോഹിതന്മാർ, ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ അടുത്തിയെന്ന്, ഉസിയാവേ, ഇത് നിനക്ക് യോഗ്യമല്ല, ഇത് നിനക്ക് ദൈവത്തിൽ പ്രസാദകരമായിരിക്കില്ല എന്ന് പറഞ്ഞ് അവനെ തടുത്ത് കളയുമ്പോൾ, അവനെ അതിൽ നിന്ന് തടുക്കുമ്പോൾ തന്നെ അവൻ കോപിച്ചു. ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. 19-ാം വാക്യം, അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. നോക്കണേ, മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവൻ്റെ നെറ്റിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഉസിയാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ ഭ്രഷ്ടനായിരുന്ന ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവൻ്റെ മകനായ യോഥാം അവന് പകരം രാജ്യഭാരം ചെയ്തു. ഇതാണ് ഉസിയാവിനെക്കുറിച്ചുള്ള ചരിത്രം. യെശയ്യാവിൻ്റെ ബന്ധുവായിരുന്ന ഉസിയാവ് പ്രബലനായിരുന്നു, പ്രധാനിയായിരുന്നു, ദൈവത്തിന് പ്രസാദമായി ചെയ്ത ആളായിരുന്നു. എന്നാൽ അവൻ്റെ ഹൃദയം നിഗളിച്ചു. അവൻ ബലവാനും പ്രബലനും പ്രസിദ്ധനുമായപ്പോൾ നിഗളിച്ചിട്ട് ധൂപം കാട്ടുവാൻ അവർ മുതിർന്നു. കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ പുരോഹിതന്മാർ അവനെ തടഞ്ഞപ്പോൾ, അവൻ കോപിച്ചപ്പോൾ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. എല്ലാവരും കാണുക, ശരീരത്തെ എവിടെയെങ്കിലും ആണെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് പ്രകടമാവുകയില്ല. നെറ്റിയിൽ തന്നെ കുഷ്ഠം പൊങ്ങി. പ്രിയപ്പെട്ട, അതിനുശേഷം അവൻ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി വിനയാന്വിതനായി അവൻ പാർക്കുകയായിരുന്നു. ഇവൻ മരിച്ചപ്പോൾ തൻ്റെ ബന്ധുവായിരുന്ന ഉസിയാവ് മരിച്ചതിൽ തീർച്ചയായിട്ടും യെശയ്യാവ് ഒരു ദുഃഖം കാണും. ഉസിയാവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖത്തോടുകൂടി യെശയ്യാവ് കഴിയുന്ന ദിവസം, ആ നാളുകൾ ദൈവം അവനെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു സ്വർഗീയ ദർശനം അവനെ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉസിയാവിനെക്കുറിച്ചുള്ള ദുഃഖം യെശയ്യാവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നപ്പോൾ ദൈവം ഉസിയാവിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന യെശയ്യാവിൻ്റെ മുമ്പിൽ സ്വർഗീയ രാജാവിനെക്കുറിച്ചുള്ളൊരു ദർശനം കൊടുക്കുക. ഉസിയാവേ, കുഷ്ഠരോഗിയായിരുന്ന രാജാവിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നെങ്കിൽ ഈ രാജാവിനെ നീ ഒന്ന് കാണ്. അവന് പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു.
അവന് ചുറ്റും നിൽക്കുന്നവരൊക്കെ അശുദ്ധൻ 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 എന്ന് അവന് വേണ്ടി പറഞ്ഞുകൊണ്ട്, രാജാവായിരുന്നതുകൊണ്ട് അവന് വേണ്ടി അത് പറയുവാനായി ആളുകളെ നിയമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ കുഷ്ഠരോഗിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയമം കാണുന്നു. ലേവ്യ 13-ന്റെ 45-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. ഉസിയാവ് രാജാവായിരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ശാല അവന് വേണ്ടി കൊട്ടാരത്തിൽ അധികം ദൂരത്തിലല്ലാതെ ഉണ്ടാക്കി കാണും. എന്നിട്ട് അവൻ തനിച്ച് അവിടെ പാർക്കുകയാണ്. അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞിരിക്കേണ്ടതിന് പകരം അവരുടെ താൽമൂദിൽ ഇങ്ങനെ പരാമർശമുണ്ട്. ചുറ്റും ഈ പ്രത്യേക ശാലയ്ക്ക് ചുറ്റും ഭൃത്യന്മാരെ നിയമിച്ചിരിക്കുക. ചുറ്റും നിൽക്കുന്നവർ രാജാവിന് വേണ്ടി അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ, ആരും ഇങ്ങോട്ട് അടുക്കരുത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ നാളുകൾക്ക് ശേഷം ഉസിയാവ് മരിച്ചു. അവനെക്കുറിച്ച് ദുഃഖിക്കുമ്പോൾ ദൈവം യെശയ്യാവിനോട് പറയുകയാണ്, ഈ രാജാവിനെ നീ കണ്ടേ? നീ ആരെക്കുറിച്ച്, ഏത് രാജാവിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു? ആ രാജാവ് പ്രത്യേക ശാലയിൽ തരിച്ചു പാർക്കുന്നെങ്കിൽ ഇവിടെ സ്വർഗീയ രാജാവ്. അവിടെ ചുറ്റും നിൽക്കുന്നവർ അശുദ്ധൻ 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 എന്ന് പറയുന്നെങ്കിൽ ഇവിടെ ചുറ്റും നിൽക്കുന്നവരാണ് തങ്ങളെ തന്നെ മറച്ചിരിക്കുന്നത്. കിരൂബുകൾക്ക് 6 ചിറകുണ്ട്. ദൂതന്മാർക്ക് എപ്പോഴും 6 ചിറകുണ്ടെന്ന് അതിനർത്ഥമില്ല. അതാത് സമയങ്ങളിൽ ദൈവം ദൂതന്മാർക്ക് നിയമിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് അനുസരിച്ചുള്ള അതിന് ഉപയുക്തമാകത്തക്ക നിലയിലുള്ളൊരു ശരീരാകൃതി സ്വീകരിക്കുവാൻ ദൈവം അവർക്ക് അധികാരവും അതിനുള്ള അവകാശവും അതിനുള്ള ശേഷിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാറാഫുകൾ 6 ചിറക്, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, ശേഷിക്കുന്ന 2 ചിറകുകൊണ്ട് പറന്നു നിന്നു. അവർ ദൈവമുമ്പിൽ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. മുഖം മുതൽ പാദം വരെ 4 ചിറകുകൊണ്ട് മൂടിയിരിക്കുന്നു. അവർ ദൈവമുമ്പിൽ നിൽക്കുന്നില്ല, അവർ പറന്നു നിൽക്കുകയാണ്. എന്നിട്ട് ഒരുവനോടൊരുവൻ, അപ്പോൾ മുഖം ഇങ്ങനെ മൂടിയിരിക്കുമ്പോൾ ഒരുവനോടൊരുവൻ പറയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടുമാണ്. മുഖം മൂടിയിരിക്കുക. ഇടത്തോട്ടും വലത്തോട്ടും നോക്കി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നവരാർക്കുകയാണ്. ഓർത്ത് ഉല്ലസിച്ച് ദൈവത്തെ പുകഴ്ത്തുകയാണ്. നോക്കണേ, കുഷ്ഠരോഗിയായ ഉസിയാവ് തന്നെ മൂടിയിരിക്കുക, തന്നെ മുഖം മൂടിയിരിക്കുക, തല മൂടാതെ മുഖം മൂടിയിരിക്കുക. പ്രിയപ്പെട്ടു, ഇവിടെ അവൻ രാജാവല്ല. രാജാവിന് ചുറ്റും നിൽക്കുന്നവർ മുഖം മൂടിയിരിക്കുന്നു. രാജാവിന് ചുറ്റും അവർ നിൽക്കുവാൻ ധൈര്യപ്പെടുന്നില്ല, അവർ പറന്നു നിൽക്കുകയാണ്. ഉസിയാവിന് ചുറ്റും നിന്നവർ അശുദ്ധൻ 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 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ചുറ്റും നിൽക്കുന്നവർ പരിശുദ്ധൻ 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 എന്ന് പറയുകയാണ്. മാത്രമല്ല, ഉസിയാവിൻ്റെ വസ്ത്രം കീറിക്കളഞ്ഞു. കീറ്റലുള്ള വസ്ത്രം, കീറിയ വെളുമ്പുള്ള വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ രാജാവിനെ നീ കണ്ടോ യെശയ്യാവേ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. നോക്കണേ, സ്തോത്രം. മന്ദിരം മുഴുവൻ അവൻ്റെ വസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം, തേജസ് വസ്ത്രമായി ഉടുത്തിരിക്കുന്നവൻ. സ്തോത്രം. 104-ാം സങ്കീർത്തനം 2-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ മുഴുവൻ നിറച്ചിരിക്കുകയാണ്. ചുറ്റും നിൽക്കുന്നവർ ദൈവമുഖത്ത് നോക്കുവാൻ ധൈര്യപ്പെടുന്നില്ല. അവർ പരസ്പരം നോക്കിക്കൊണ്ട് പറയുകയാണ്, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈ ദൂതന്മാർക്ക് ദൈവമുഖത്തേക്ക് നോക്കി ദൈവമേ അവിടുന്ന് പരിശുദ്ധൻ എന്ന് പറയുവാൻ അനുവാദമില്ല. അവിടുന്ന് പരിശുദ്ധൻ എന്ന് പറയുവാൻ അനുവാദം. ഒരുവനോട് ഒരുവൻ പറയുകയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എന്നാൽ ദൈവമക്കളാകട്ടെ തൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുമെന്നാണ് തിരുവെഴുത്തിൽ. അവൻ്റെ മുഖം കണ്ട് അവൻ്റെ മഹത്വത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. അതേ, സ്തോത്രം. ദൈവവുമാണ്. അതാണ് ജീവനും വിശുദ്ധി. ജീവൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ കൂട്ടായ്മ ബന്ധമാണ്, സ്നേഹ കൂട്ടായ്മ ബന്ധം. നോക്കണേ, സ്തോത്രം. ഇങ്ങനെ എന്നിട്ട് ഇടം വല നോക്കിക്കൊണ്ട് വരിക പറയുക, അവരാർക്കുകയാണ്. അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ ഈ സ്ഥാനം കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആ പുക കൊണ്ട് നിറയുമ്പോൾ എന്തൊരു ഉല്ലാസമാണ്, എന്തൊരു സ്തോത്രമാണ്. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നത്? ഭേഷ്, നാം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ല. ദൈവഹൃദയത്തിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലുള്ളൊരു ചിന്ത. ഞാൻ ആരെ അയക്കേണ്ടു? ആരാണ്ടും എനിക്ക് വേണ്ടി ഒന്ന് പോകാനുള്ളത്? യെശയ്യാവ് പറഞ്ഞു, ദൈവമേ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അടിയൻ റെഡി, അടിയനെ അയക്കണേ. ദൈവം അവനോട് അരുളി ചെയ്തത് നീ ജലത്തിൻ്റെ അടുത്ത് ചെല്ല്.
ദൂതന്മാർ അവനെ ആർത്ത് ഉല്ലസിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവഹൃദയം നഷ്ടപ്പെട്ട തൻ്റെ ജനത്തിനു വേണ്ടി ദാഹിക്കുന്നു. നഷ്ടപ്പെട്ട തൻ്റെ ജനത്തെ ഓർത്ത് ദുഃഖിക്കുന്ന ദൈവഹൃദയത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ദൂതന്മാർ അവനെ സ്തുതിക്കുന്നു, പക്ഷേ അവനെ ആരാധിക്കേണ്ടത് അവൻ്റെ മക്കളാണ്. അവൻ്റെ സ്വരൂപത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മക്കൾ അവൻ്റെ മുഖം കണ്ട് അവന് പുകഴ്ചയായി ജീവിക്കേണ്ട തൻ്റെ മക്കളെ ഓർത്ത് ദൈവഹൃദയം വേദനിക്ക് നമുക്ക് കാണാൻ കഴിയുകയാണ്. ദൂതന്മാർ അവനെ സ്തുതിക്കുന്നു, പക്ഷേ ആരാധന ദൈവമക്കളുടെ കുത്തകയാണ്, മറക്കരുത് പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ ദൂതന്മാർ ആരാധിക്കുന്നു അങ്ങ് ആവർത്തിച്ചു. ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറ, ദൂതന്മാർ ദൈവത്തെ പുകഴ്ത്തുന്നു എന്ന് പറ. സകല സൃഷ്ടിയും അവനെ പുകഴ്ത്തുന്നു, ദൂതന്മാർ അവനെ പുകഴ്ത്തുന്നു, നാമും അവനെ പുകഴ്ത്തുന്നു. അവനെ പുകഴ്ത്തുക മാത്രമല്ല, അവൻ്റെ മഹത്വത്തിനായി അവനായി തന്നെ നമ്മളെ സ്നേഹം കൊണ്ട് സമർപ്പിച്ച് അവനു വേണ്ടി ജീവിക്കുന്നു, നമ്മളെ തന്നെ യാഗമായി സമർപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്തുതി സ്തോത്രങ്ങളിൽ ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ആരാധന എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതേ, ദൂതന്മാർ അവനെ സ്തുതിക്കുകയാണ്. ഉസിയാവിൻ്റെ ആ ചിത്രം, ഉസിയാവിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്ന ആ യെശയ്യാവിന് സ്വർഗത്തിലെ രാജാവിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോഴും അത്യുന്നത സ്വർഗത്തിൽ ശ്രേഷ്ഠദൂതന്മാർ അനുനിമിഷവും വിശ്രമമില്ലാതെ രാപ്പകൽ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ സ്തുതി വർണ്ണിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ഉല്ലസിച്ച് ഘോഷിച്ച് അവന് സ്തുതി കരയേറ്റിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവർ സ്തുതി കരയേറ്റിക്കൊണ്ടിരിക്കുന്നെങ്കിലും അതിൽ മാത്രം പ്രസാദിക്കുന്നൊരു ദൈവമല്ല. സ്തോത്രം. ദൂതന്മാർ അവനെ സ്തുതിക്കുന്നു, ദൂതന്മാർ അവനെ പുകഴ്ത്തുന്നു, സൃഷ്ടിയായതുകൊണ്ട് നന്ദി കൊണ്ട് അവനെ പുകഴ്ത്തുന്നു. എന്നാൽ അവനെ സ്നേഹിച്ച് അവൻ്റെ മഹത്വത്തിനായി ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നതിൻ്റെ മക്കളെയാണ്, എന്നെയും നിങ്ങളെയുമാണ്. നമ്മുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ നന്ദി കൊണ്ടും മാത്രമല്ല സ്നേഹം കൊണ്ടും നിറയണം. നന്ദി കൊണ്ട് അവനെ സ്തുതിക്കുന്നതിനേക്കാൾ സ്നേഹം കൊണ്ട് അവൻ്റെ മഹത്വത്തിനായി ആരാധകരായി നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് ഉയരട്ടെ. അതേ പ്രിയമുള്ളവരെ, അതാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും സാക്ഷാൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. അതാണ് ആ മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. സ്തോത്രം. ഇത് കണ്ടില്ലേ, ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കേ. കണ്ടോ, നാം ദൈവത്തെ അറിഞ്ഞും ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കുക. അപ്പോൾ ദൈവം എല്ലാവരും അറിയുന്നില്ല, എല്ലാവരും അറിയുന്നുണ്ട്. എന്നാൽ ആ മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ദൈവത്തെ അറിഞ്ഞവർ ദൈവം അവരെ അറിയുന്നു എന്ന തിരിച്ചറിവുള്ളവർ, ആ അന്യോന്യ ബന്ധമുള്ളവർ. ദൂതന്മാർക്ക് അവൻ്റെ മുഖത്ത് നോക്കുവാൻ അനുവാദമില്ല. ദൂതന്മാർ അവൻ്റെ മുഖത്ത് നോക്കുന്നില്ല, അവർക്കതിനുള്ള പദവി ദൈവം അനുവദിച്ചിട്ടില്ല. സ്തോത്രം. ഗബ്രിയേൽ മാലാഖ മറിയോടൊക്കെ പറയുമ്പോൾ, സഖറിയാവിനോട് പറയുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഗ്രീക്കിൽ അതൊരു ഒരു പദവി പോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു പദവി പോലെ. അവൻ്റെ മുമ്പിലൊന്ന് നിൽക്കാൻ എനിക്ക് അനുവാദമുണ്ടെന്ന്. സ്തോത്രം. ഗബ്രിയേൽ മാലാഖ പറയും, അവൻ്റെ മുമ്പിൽ നിൽക്കാൻ അനുവാദമുണ്ട്. ദൂതന്മാർക്ക്, സറാഫുകൾക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല, അവർ അവൻ്റെ മുമ്പിൽ പറന്ന് നിൽക്കുക. ഇത് കണ്ടേ, വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവർ അവൻ്റെ മുഖം കാണും. അതിൻ്റെ 3-ാമത്തെ വാക്യം പോലെ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ദാസന്മാർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മക്കൾ എന്ന പദവിയിലാണ് നമ്മളവിടെ എത്തുന്നത്. അവൻ്റെ ദാസന്മാർ, അവൻ്റെ മക്കൾ അവൻ്റെ മുഖം കണ്ട്, സ്തോത്രം, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദൈവതിരുമുഖത്തേക്ക് നോക്കി ആ സ്നേഹബന്ധത്തോടുകൂടി ദൈവപ്രസാദമുള്ള ജീവിതം, അതാണ് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനെന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്, ബന്ധമാണ്, പാരസ്പര്യ ബന്ധം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും
ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കേ. ഹൃദ്യമായ കൂട്ടായ്മ ബന്ധം. ശമരിയക്കാരത്തെ സ്ത്രീയോട് എൻ്റെ കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. നോക്കണേ, അറിയാത്തതിനെ എന്തിനെയാണ് നമസ്കരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഓരോരുത്തരും ഇന്ന് നമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ ദൈവവുമായുള്ള വ്യക്തിബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. അതിൻ്റെ യെശയ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷയഹൂദന്മാരിൽ നിന്നല്ലോ വരുന്നത്. അതെ, ഇന്ന് ലോകത്തിൽ വലിയൊരു കൂട്ടം ആളുകൾ തങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് തിരിച്ചറിവില്ലാതെ, പ്രിയമുള്ളവരെ, അവരെ വ്യക്തിപരമായി അറിയുന്നു എന്ന അവർക്ക് ഉറപ്പില്ലാത്ത ഒരു ദൈവത്തെ, ദൈവവുമായി വ്യക്തിപരവും സജീവവുമായ സ്നേഹ കൂട്ടായ്മ ബന്ധമില്ലാതെ, സ്തോത്രം, ഒരു ചടങ്ങായി ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് ചില പ്രത്യേക ചടങ്ങുകളാൽ ചില പ്രത്യേകമായ പദവികൾ ഉണ്ടെന്ന് അവകാശപ്പെടുകയോ ആരോപിക്കപ്പെടുകയോ ചെയ്യുന്നവരുടെ നേതൃത്വത്തിൽ പ്രത്യേക ചടങ്ങുകൾ ചെയ്ത് ചില പ്രത്യേക സമയങ്ങളിൽ കർമാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ നമസ്കാരം, ആരാധനയെന്ന് അവർ ധരിച്ച് അതിൽ തൃപ്തരായിരിക്കുമ്പോൾ സത്യദൈവത്തെ വ്യക്തിപരമായി അറിയുവാനും ആ ദൈവത്തോടുള്ള വ്യക്തിബന്ധം അനുഭവിക്കുവാനും ദൈവം എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തന്നല്ലോ. ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മളവനെ ആരാധിക്കുന്നു. വ്യക്തമായി അത് ഞാൻ വിശ്വസിക്കട്ടെ. അതെ, സ്തോത്രം. ദൂതന്മാരോടൊപ്പമല്ല, അവർ സേവകാത്മാക്കളാണ്. പിന്നെ ദൂതന്മാരോടൊപ്പമല്ല, ദൂതന്മാർക്ക് പാടാൻ കഴിയാത്ത പാട്ടാണ് വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. അതെ, നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ ഗാനം ദൂതന്മാർക്ക് പാടാൻ കഴിയുന്നതല്ല, അവരുടെ ബന്ധമല്ല. ഉന്നതമായ പുത്രത്വ പദവി ദൈവം നമുക്ക് തന്നതിനാൽ അപ്പൻ്റെ തിരുമുമ്പിൽ സ്നേഹം കൊണ്ട് അപ്പൻ്റെ മഹത്വത്തിനായി സമ്പൂർണ്ണ സമർപ്പിതരായി അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന യഥാർത്ഥ ആരാധകരാകുവാൻ നമുക്ക് ദൈവത്തിൽ നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളോടുള്ള കരുതലിനും സ്നേഹത്തിനുമായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഒരർഹതയുമില്ലാത്ത ഞങ്ങളെ പാപപരിഹാരം വരുത്തി പുത്രൻ്റെ പരിശുദ്ധ രക്തത്താൽ നിർമ്മലീകരിച്ച് പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ പകർന്ന് പുത്രത്വൻ്റെ ആത്മാവിനാൽ പുത്രത്വ പദവി തന്ന് തിരുമുഖത്തേക്ക് നോക്കി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ പുകഴ്ത്തുവാൻ സാധുക്കളാകുന്ന ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങേ പുകഴ്ത്തുക മാത്രമല്ല, അങ്ങേ സ്നേഹിച്ചും അങ്ങേ സേവിച്ചും അങ്ങയുടെ മഹത്വത്തിനായി പൂർണ്ണമായി യാഗമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിച്ച് അങ്ങയുടെ മഹത്വത്തിനായി നിൽക്കുവാൻ, യഥാർത്ഥ ആരാധകരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വത്തോട് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.